അസ്സലാമു അലൈക്കും. റമളാൻ മുബാറക്. അടുത്തുള്ള നഗരത്തിൽ ഹയർ സ്റ്റഡീസിനെത്തിയ ഒരു കുട്ടിയുടെ കഥ വായിച്ചു ഓർക്കുന്നു. അവൻ്റെ അച്ഛൻ ഒരു കർഷകനാണ്. അവൻ്റെ നാട് ചെറിയൊരു നാട്ടിൻപുറമാണ്. ആധുനിക സൗകര്യങ്ങളൊന്നും അധികം എത്തിയിട്ടില്ലാത്ത ഒരു ചെറിയ ഗ്രാമം. ആ ഗ്രാമത്തിൽ നിന്ന് പുറത്ത് പഠിക്കാൻ വന്ന ആദ്യത്തെ വിദ്യാർത്ഥിയാണ് അവൻ. സ്കോളർഷിപ്പിന്റെ ബലത്തിലാണ് അവൻ ടൗണിലെ ആ വലിയ കോളേജിലെത്തിയത്. വലിയ പണക്കാരുടെയും രാഷ്ട്രീയക്കാരുടെയും ഒക്കെ മക്കൾ പഠിക്കുന്ന കോളേജായിരുന്നു അത്. അവിടുത്തെ ആഡംബര ജീവിതവും ധാരാളിത്തവും കണ്ട് അവന് പേടിയായി. ഇതൊന്നും അവന് ശീലമില്ല. അവൻ അച്ഛന് മെസ്സേജ് അയച്ചു: അച്ഛാ, എനിക്ക് പേടിയാവുന്നു. ഞാനിവിടെ നിൽക്കുന്നത് അപകടമാണ്. എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അച്ഛൻ തിരിച്ചൊന്നും പറഞ്ഞില്ല. പകരം ഒരു ഫോട്ടോ അവൻ അയച്ചു കൊടുത്തു. പാടത്ത് ചേറിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന അച്ഛൻ്റെ തന്നെ ഒരു ഫോട്ടോ. പിന്നീട് അവൻ ഒരിക്കലും അച്ഛനോട് ആവലാതി പറയേണ്ടി വന്നിട്ടില്ല. സിറ്റിയിലെ കോളേജിൽ അവന് എന്തിനാണ് വന്നതെന്ന് അച്ഛൻ്റെ ഫോട്ടോ അവനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. 1000 വാക്കുകൾ ആ ഒരൊറ്റ ഫോട്ടോയിലൂടെ അച്ഛൻ അവന് കൈമാറിയിരുന്നു. ജീവിതത്തിൽ നമ്മൾ വഴിതെറ്റി പോകാതിരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ചില കാരണങ്ങളുണ്ടാകും, അല്ലേ? ജീവിതത്തെ പിടിച്ചു നിർത്തുന്ന ആ കാരണങ്ങളാവാം നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. ഒരൊറ്റ കാരണം കൊണ്ട് ഒരായുസ് മുഴുവൻ ജീവിച്ചു തീർക്കാൻ കഴിയും. നമ്മുടെയൊക്കെ ജീവിതം മറ്റു പലരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഞാൻ എത്രയൊക്കെ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞാലും ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറേ മനുഷ്യന്മാർ കൂടി ഇവിടെയുണ്ട്. എനിക്ക് തിന്നാനുള്ള ഭക്ഷണം വാങ്ങിച്ച് പാകം ചെയ്യാൻ മാത്രമേ എനിക്ക് കഴിയൂ. പറയാറില്ലേ, ഒരു മണി വറ്റിൽ പോലും അനേകം പേരുടെ അധ്വാനമുണ്ട്. അതുപോലെ നമ്മൾ ജീവിച്ചിരിക്കുന്നതിന് പിന്നിലും ഒരു ലക്ഷ്യമുണ്ടാവണം. മറ്റെന്തൊക്കെ ഇല്ലാതായാലും എൻ്റെ സ്നേഹനാഥൻ എൻ്റെ കൂടെയുണ്ട്. ആ ഒരൊറ്റ കാരണം മതി ജീവിതാന്ത്യം വരെ നമുക്ക് മുമ്പോട്ട് പോകാം. അങ്ങനെ ഒരു ചിന്ത കൂടെ ഉണ്ടായാൽ പടച്ചോൻ ചിലപ്പോൾ അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്നത് കാണിച്ചു തരും. കുറച്ചുകൂടെ എളുപ്പത്തിന് ഒരു കഥ പറഞ്ഞു തരട്ടെ. കുടുംബത്തിന് വേണ്ടി ദൂരദേശത്ത് കഷ്ടപ്പെടുകയാണ് ഗൃഹനാഥൻ. ഒരുപാട് കാലമായി അധ്വാനിക്കാൻ തുടങ്ങിയിട്ട്. താൻ സമ്പാദിച്ചതും കൊണ്ട് അയാൾ നാട്ടിലേക്ക് തിരിച്ചു. പുഴ കടന്ന് വേണം നാട്ടിലേക്ക് എത്താൻ. അയാൾ തോണിയിലേക്ക് കയറുമ്പോൾ കടത്തുകാരൻ ചോദിച്ചു: നിനക്ക് നീന്തൽ അറിയോ? അയാൾ പറഞ്ഞു: ഇല്ല. എന്നാൽ പിടിച്ചിരുന്നോണം, കടത്തുകാരൻ ഓർമ്മിപ്പിച്ചു. യാത്രയിൽ അയാൾ ഭാര്യയെയും മക്കളെയും കുറിച്ച് ഓർത്തു. അവരുടെ ആവശ്യങ്ങളടങ്ങിയ ആ ചെറിയ ഭാണ്ഡക്കെട്ട് അയാൾ ഒന്നുകൂടൊന്ന് മുറുക്കെ പിടിച്ചു. പെട്ടെന്ന് ഒരു ചുഴിയിൽപ്പെട്ട് തോണി മറിഞ്ഞു. ഒരു തരത്തിൽ നീന്തി കരയിലെത്തിയ തോണിക്കാരൻ നോക്കുമ്പോൾ അതാ യാത്രക്കാരനും തീരത്ത് നിൽക്കുന്നു. കടത്തുകാരൻ ദേഷ്യത്തോടെ ചോദിച്ചു: നിങ്ങൾ എന്തിനാ നീന്തൽ അറിയില്ലെന്ന് കളവ് പറഞ്ഞത്? അപ്പൊ അയാൾ പറഞ്ഞു: സത്യമായിട്ട് എനിക്ക് നീന്തൽ അറിയില്ല. മുങ്ങിത്താഴാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കുടുംബത്തെ ഓർമ്മ വന്നു. എല്ലാ സമ്പാദ്യവും അടങ്ങിയ ഈ ഭാണ്ഡവുമായി കൈകാലിട്ടടിച്ച് എങ്ങനെയോ ഇവിടെ എത്തി. ഈ ഭാണ്ഡം മാറ്റി എന്നെ ഒന്ന് പുഴയിലിട്ട് നോക്ക്, ഞാൻ മുങ്ങിച്ചാവും. യാത്രക്കാരൻ്റെ ഉത്തരം കേട്ട് കടത്തുകാരൻ ചിരിച്ചുപോയി. ഇതുപോലെ ഒരു കാരണം നമ്മുടെ ജീവിതത്തിലുണ്ട്. നമുക്ക് ഓരോ നിമിഷത്തിലും ജീവശ്വാസം തന്ന് നമ്മളിവിടെ ജീവിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പടച്ച റബ്ബെന്ന കാരണം. അവൻ നമ്മളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത് ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ വേണ്ടിയാണ്. നമ്മൾ മുൻകൈ എടുത്തിട്ടല്ല നമ്മൾ ഭൂമിയിലേക്ക് വന്നത്, അല്ലേ? അപ്പോൾ ഇവിടുന്ന് എപ്പോൾ പോകണമെന്ന് തീരുമാനിക്കാനും നമുക്ക് അവകാശമില്ല. എൻ്റെ ജീവിതം എൻ്റേത് മാത്രമാണെന്ന് ചിന്തിക്കുമ്പോഴാണ് ജീവിതത്തിന് ഒരു രസവും ഇല്ലാതാകുന്നത്. നമ്മളെ കൊണ്ട് കഴിയുന്ന കുറേ ആളുകളുണ്ട് ഇവിടെ, നമ്മളെ അറിയാത്ത ആളുകൾ. നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ കഴിക്കുന്ന ഭക്ഷണം പോലും എൻ്റെ തീന്മേശയിലേക്ക് എത്താൻ കഷ്ടപ്പെടുന്ന കുറേ അധികം മനുഷ്യന്മാരുണ്ട്. അതുപോലെ നമ്മളും ആർക്കൊക്കെയോ എന്തൊക്കെയോ ആയിത്തീരുന്നവരാണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും പഠിക്കാൻ കഴിയാതെ പോകുന്ന കുട്ടികളെ കാണാറില്ലേ? എന്നാൽ സൗകര്യങ്ങളൊന്നുമില്ലാതെ അവഗണനയും കളിയാക്കലും നേരിട്ട്
ജീവിതത്തിൽ പിടിച്ചു കയറിയ എത്ര ആളുകളാണുള്ളത്. തോക്കാതിരിക്കാൻ ഒരു കാരണമെങ്കിലും ഉണ്ടാവണം. എല്ലാം നഷ്ടപ്പെട്ടെന്ന് കരുതുന്നവർക്ക് പിടിച്ചു നിൽക്കാൻ പടച്ചോൻ ബാക്കിയുണ്ടല്ലോ എന്ന ഒരൊറ്റ ചിന്ത മതിയാവും. ഒന്നും അവസാനിക്കാറായിട്ടില്ല. കടൽ തീരമെത്തുമ്പോഴും മൂസാ നബിക്ക് അറിയില്ലായിരുന്നു എന്ത് ചെയ്യണമെന്ന് അലൈഹിസ്സലാം. ഫിറോനും കൂട്ടരും പിറകെയുണ്ട്. കടൽ തീരത്തെത്തിയപ്പോൾ പടച്ചോൻ പറഞ്ഞു കൊടുത്തു കയ്യിലെ വടിയെടുത്തടിക്കാൻ. ആ മൂസാ നബിയെ രക്ഷിച്ച പടച്ചോൻ തന്നെയാണ് നമ്മളോടും പറയുന്നത്, ഞാനുണ്ട് കൂടെ എന്ന്. എൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒരിത്തിരി പോലും സംശയമൊന്നും വേണ്ടെന്ന്. പിന്നെ നമ്മൾ എന്തിനു ഭയപ്പെടണം? എന്തിനു ബേജാറാവണം? ഖുർആൻ പറയുന്നുണ്ടല്ലോ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഖുർആനിലെ 13-ാം അധ്യായം സൂറത്തുൽ റഅദിലെ 28-ാമത്തെ വചനം. ദൈവസ്മരണ കൊണ്ടാണല്ലോ മനസ്സുകൾക്ക് സമാധാനം കിട്ടുന്നതെന്ന്. സമാധാനക്കേടുണ്ടാകുമ്പോഴൊക്കെ പടച്ചോനെ ഓർക്കുക. വേറൊന്നും വേണ്ട. എല്ലാ ബേജാറും അവിടെ അവസാനിക്കും. മറ്റൊരു തരത്തിൽ പറഞ്ഞ ബേജാറുകൾ കൂടുന്നത് പടച്ചോൻ കൂടെയുണ്ടെന്നുള്ള ബോധം പതിയെ ഇല്ലാതാകുമ്പോഴാണ്. എപ്പോഴും നമ്മളെ ഓർത്തുകൊണ്ടേയിരിക്കുന്ന പടച്ചോനെ നമ്മൾ ഏറ്റവും അവസാനം ഓർക്കുന്നത് എന്തുകൊണ്ടാണ്? എല്ലാത്തിൻ്റെയും ആദ്യം അള്ളാഹു എന്ന ചിന്ത ഉണ്ടാകട്ടെ. ആ കാരണം മതി ജീവിക്കാൻ. അല്ല, അത് മാത്രമേ വേണ്ടൂ. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. എനിക്ക് അള്ളാഹു മതി, മറ്റാരുമില്ലെങ്കിലും അവൻ കൂടെ ഉണ്ടായാൽ മതി. അള്ളാഹുവോളം നമ്മുടെ ഭാരങ്ങൾ മറ്റാരേറ്റെടുക്കും? അസ്സലാമു അലൈക്കും.